ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്പെടുന്നതാണ്. കാരണം നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ളവരുടെ വ്യക്തിത്വം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിനു മുന്നേ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലേ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ളവരുടെ വ്യക്തിത്വം കണ്ടുപിടിക്കാനുള്ള ഒരു സൂത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താന്നല്ലേ, നമ്മുടെ ഉറക്കവും നമ്മുടെ പേഴ്സണാലിറ്റിയും തമ്മിൽ ചില കണക്ഷൻസ് ഉണ്ടോ? അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നിങ്ങള് നൈറ്റ് ഔൾസ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് രാത്രിയിൽ ഏറെ വൈകി ഉറങ്ങുന്ന ആൾക്കാരുണ്ടല്ലേ. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ കാണില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സ് ആരെങ്കിലും അങ്ങനെ കാണില്ലേ? സോ അങ്ങനെയുള്ളവരുടെ പ്രത്യേകത ഞാൻ പറയാം. കംപ്ലീറ്റ് ആയിട്ട് ഇത് ശരിയാകണം എന്നില്ല കേട്ടോ. പക്ഷേ ഒരു 90%, 95% ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നൈറ്റ് ഔൾസിനെ കുറിച്ച് പറയാം. രാത്രിയിൽ ഏറെ വൈകി ഉറങ്ങുന്ന ആൾക്കാര്. അങ്ങനെയുള്ള ആൾക്കാർ ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും. ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് അവർ ചിന്തിക്കും. പിന്നെ അവരുടെ ഇമാജിനേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അവരെന്തെങ്കിലും ഒരു കാര്യത്തെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അവരിങ്ങനെ ഇമാജിൻ ചെയ്തൊക്കെ എടുക്കാൻ കുറച്ച് കഴിവ് കൂടുതലുള്ളവരായിരിക്കും കേട്ടോ. അവരുടെ ബ്രെയിൻ എപ്പോഴും രാത്രിയായിരിക്കും ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ അവർ ഇമോഷണലി സെൻസിറ്റീവ് ആയിരിക്കും. പിന്നെ ഓവർ തിങ്കേഴ്സ് ആയിരിക്കും കേട്ടോ അവര്. അപ്പോൾ രാത്രിയിൽ വൈകി ഉറങ്ങുന്നവരുടെ കുറെ കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ. ഇനി അടുത്തതുണ്ടെങ്കിൽ രാവിലെ വൈകി എഴുന്നേൽക്കുന്നവരുണ്ടല്ലേ, അതായത് ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുന്നവരുണ്ടല്ലേ, അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരിക്കും കേട്ടോ. ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള സ്വഭാവക്കാരായിരിക്കും. പിന്നെ പറയാനെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഒരു മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് അവര് സെൽഫ് കൺട്രോൾഡ് ആയിരിക്കും. സെൽഫ് കൺട്രോളിങ് മാത്രമല്ല, അവര് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും കൂടെ കഴിവുള്ള ആൾക്കാരായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, രാത്രി വൈകി ഉറങ്ങുന്നവരുടെ പ്രത്യേകത പറഞ്ഞു, രാവിലെ വൈകി എഴുന്നേൽക്കുന്നവരുടെ പ്രത്യേകതയെ ഞാൻ പറഞ്ഞു. ഇനി മറ്റു ചിലരുണ്ടല്ലേ, അധികമായിട്ട് ഉറങ്ങുന്ന ആൾക്കാര്. അതായത് എപ്പോ വേണമെങ്കിലും അവര് ഉറങ്ങും അല്ലേ? എപ്പോഴും ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ അവര് ലേസി അല്ലടോ. നമ്മൾ പറയുമല്ലേ, ഓ ഭയങ്കര മടിയനാണ്, എപ്പോഴും ഉറക്കമാണ് എന്ന് പറയുമല്ലേ. അവര് മെന്റലി അവര് മെന്റലി ടയേർഡ് ആണെന്നാണ് നമ്മൾ അങ്ങനെയുള്ളവരെ പറയുന്നത്. അതായത് അവരുടെ സ്ട്രെസ് വളരെ കൂടുതലായിരിക്കും. സ്ട്രെസ് കൂടുതലായതുകൊണ്ട് തന്നെ ബ്രെയിൻ യൂസ് ചെയ്യുന്ന ഒരു എന്താണ് ഒരു ഒരു ടെക്നിക്ക് എന്ന് പറയാം. ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് ആ ഒരു സ്ട്രെസ് ഒന്ന് റിഡ്യൂസ് ചെയ്യാനായിട്ട് ബ്രെയിൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അത്. അതുകൊണ്ടാണ് അവരിങ്ങനെ എപ്പോഴും ഇപ്പോഴും ഉറങ്ങാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. അവരുടെ സ്ട്രെസ് ലെവൽ നോക്കുമ്പോൾ ഏകദേശം കുറച്ച് കൂടുതലായിരിക്കും. ഇനി ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ലൈറ്റ് സ്ലീപ്പേഴ്സ്. അതായത് ചെറിയ ശബ്ദം കേട്ടാൽ മതി അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും. അങ്ങനെയുള്ള ആൾക്കാര് എന്താ പറയണ്ടേ, അവർ ഇമോഷൻസ് ഡീപ്പായിട്ടാണ് ഫീൽ ചെയ്യുന്നവരായിരിക്കും അവര്. പിന്നെ പറയാനെന്നുണ്ടെങ്കിൽ അവരുടെ ബ്രെയിൻ എപ്പോഴും ഒരു അലേർട്ട് മോഡിലായിരിക്കും. പിന്നെ അവരുടെ ഇൻറ്റ്യൂഷൻസ് ഒക്കെ സ്ട്രോങ് ആയിരിക്കും കേട്ടോ. പിന്നെ അവരുടെ നെർവസ് സിസ്റ്റം സെൻസിറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. ചിലരുണ്ടല്ലേ, നമ്മൾ ഫംഗ്ഷൻ ഒക്കെ ചെല്ലുമ്പോൾ എവിടെങ്കിലും ഒരു അറ്റം കിട്ടിയാൽ മതി, കിടന്നങ്ങ് ഉറങ്ങിക്കോളും. നമ്മൾ ചിലരെ കളിയാക്കില്ലേ, ഓ എവിടെ കിടത്തിയാലും കിടന്നങ്ങ് ഉറങ്ങിക്കോളും. ചിലപ്പോൾ ഡെസ്ക് ആയിരിക്കും, അല്ലെങ്കിൽ ടേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ തറയിൽ കിടന്നിട്ടായിരിക്കും. അങ്ങനെ എവിടെങ്കിലും ഒരു സ്ഥലം കിട്ടിയാൽ മതി അവർ ഉറങ്ങിക്കോളും അല്ലെ. അങ്ങനെയുള്ളവരുണ്ടല്ലേ, ശരിക്കും പറഞ്ഞാൽ അവര് ഡ്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെന്നാണ് പറയുന്നത്. അവർക്ക് ഒത്തിരിയും ട്രോമാസും, അല്ലെങ്കിൽ അവർക്ക് ഒത്തിരിയും സ്ട്രെസ് ഒക്കെ ഉള്ളൊരു അവരുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് അവരുടെ ബ്രെയിൻ എപ്പോഴും ഓവർലോഡ് ആയതുകൊണ്ട് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഷട്ട് ഡൗൺ വേണമല്ലോ. അപ്പോൾ ഓവർലോഡ് ആകുമ്പോൾ ഒരു ഷട്ട് ഡൗൺ ആവശ്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എവിടെ കിട്ടിക്കഴിഞ്ഞാലും അവര് ഉറങ്ങാനായിട്ട് അവര് ഉറങ്ങുന്നത്. ഈ ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലേ, അതായത് കാണുന്ന സ്വപ്നമൊക്കെ ഇങ്ങനെ ഓർത്ത് വെച്ച് പറയുന്ന ആൾക്കാർ, ഒരു കഥ പോലെ പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ടല്ലേ. അങ്ങനെയുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് എമ്പതി ഒക്കെ കൂടുതലായിരിക്കും. പിന്നെ മാത്രമല്ല, ഡീപ്പ് സബ് കോൺഷ്യസ് പ്രോസസ്സിംഗ് ഉള്ള ആൾക്കാരായിരിക്കും. പിന്നെ അവരുടെ മറ്റൊരു പ്രത്യേകത ഹൈ ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ളവരായിരിക്കും. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ സൈക്കോളജിയിൽ പറയുന്നത്, ഈ ഉറക്കം എന്ന് പറയുന്നത് നമ്മൾക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം മാത്രമല്ല. അതെന്ന് പറയുന്നത് നമ്മുടെ ഒരു മിറർ തന്നെയാണ്, നമ്മുടെ ഒരു കണ്ണാടിയാണെന്നാണ് പറയുന്നത്. നമ്മളെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. കാര്യങ്ങൾ പറഞ്ഞല്ലോ, ആ കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ പറയാൻ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇത് ഇൻട്രസ്റ്റിംഗ് അല്ലേ, നമുക്ക് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ എത്രക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ. അതുകൊണ്ട് തന്നെ കൂടെ കൂടിക്കോളൂ എന്നാണ് ഞാൻ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ കൂടെ കൂടൂ പ്ലീസ്.
അത്രേ പറയാനുള്ളൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ എൻ്റെ ഈ വീഡിയോ കാണുന്നവരോട് താങ്ക് യു സോ മച്ച്. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ബൈ.